Comments, data structures and error handling. സോ നമ്മളിപ്പോൾ കൺസ്ട്രക്റ്റുകളെ കുറിച്ച് പഠിച്ചു. അവസാനം 3 കൺസ്ട്രക്റ്റ്, അതായത് കമന്റ്, അതുപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചേഴ്സ്, അങ്ങനെയുള്ള എറർ ചെക്കിൻ്റെ കൺസ്ട്രക്റ്റ്, ഇത് 3ഉം നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തതാണ്. സോ നമ്മളത് കവർ ചെയ്യും, നമ്മൾ അവസാനമായിരിക്കും കവർ ചെയ്യാം. സോ നമുക്ക് ഇപ്പോൾ പെട്ടെന്നൊരു കോഡ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് ആവശ്യമായിട്ടുള്ള കൺസ്ട്രക്റ്റുകളൊക്കെ നമ്മൾ കണ്ടു. ആ വാരിയബിൾ തൊട്ട് നമ്മുടെ ഫംഗ്ഷൻ വരെയുള്ള കൺസ്ട്രക്റ്റുകൾ നമ്മൾ കണ്ടു. സോ ഇനി നമുക്ക് ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് അതിൻ്റെ അൽഗോരിതം ഞാൻ എഴുതില്ല. അൽഗോരിതം എന്ന് പറയുന്നത് ഓക്കെ, അതായത് നമ്മൾ എഴുതുന്നത് സ്യൂഡോ കോഡാണ്. സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അൽഗോരിതത്തിന്റെ ഒരു എന്താ പറയുക, ഒരു കോഡ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, അറിയാലോ. അതായത് അൽഗോരിതത്തിൽ കുറച്ച് കോഡ് പരമായിട്ട് കുറച്ച് ഫ്ലേവറിങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്യൂഡോ കോഡാവും. സോ ആ കോഡ് നിങ്ങൾ എടുത്തു മാറ്റിയിട്ട് നോർമൽ ഇംഗ്ലീഷ് ആക്കി കഴിഞ്ഞാൽ അത് അൽഗോരിതമായി മാറും. സോ ഞാൻ സ്യൂഡോ കോഡാണ് ഡയറക്റ്റ്ലി എഴുതുക. ഇതിന്റെ എല്ലാത്തിൻ്റെയും കറസ്പോണ്ടിങ് പൈത്തൺ കോഡ് 1-2 എണ്ണം ഞാൻ എഴുതി കാണിക്കും. അല്ലാത്തത് നമ്മൾ ഇനി തൊട്ടടുത്തത് സ്യൂഡോ കോഡിൽ അടുത്ത മൊഡ്യൂളിനകത്ത് ഫുള്ള് പൈത്തൺ ആണ് വരുന്നത്. സോ നമ്മൾ അതിലായിരിക്കും കാണിക്കാം. സോ നമ്മൾ ഏറ്റവും ആയിട്ട് സം ഓഫ് 2 അത് നമ്മൾ കണ്ടതാണ്. 2 സം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടക്കം തൊട്ടേ കാണുന്നതാണ്, അതിന്റെ അൽഗോരിതം സ്യൂഡോ കോഡും കാര്യങ്ങളൊക്കെ. സോ അതിലേക്ക് ഞാൻ ഇനി കിടക്കുന്നില്ല. ഐ എം ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഏരിയ ഓഫ് എ സ്ക്വയർ. ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സം ആയിട്ട് ഒരു വ്യത്യാസമില്ലാത്തതാണ്. ആകെ ആ പ്രോസസ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നായിരിക്കും, സൈഡ് ഇൻറ്റു സൈഡ്. മറ്റേത് എ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നുള്ളത് ഓർ സൈഡ് പ്ലസ് സൈഡ് ഓർ എ പ്ലസ് ബി എന്നുള്ളത്. ഈ സ്ക്വയർ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓർ സൈഡ് ഇൻറ്റു സൈഡ് എന്നായിരിക്കും വരിക. മൾട്ടിപ്ലിക്കേഷൻ ആവും, അത്രേ ഉള്ളൂ. സോ അതിന്റെ കറസ്പോണ്ടിങ് സ്യൂഡോ കോഡാണ് ഇനി നമ്മൾ കാണാൻ പോണേ. ഏരിയ ഓഫ് സ്ക്വയറിന്റെ സ്യൂഡോ കോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള സ്റ്റാർട്ട് കീവേഡ് വെച്ചിട്ടാണ്. ഇറ്റ്സ് മെയിൻലി ഫോർ റീഡബിലിറ്റി. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ ആണ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട്. പ്രിന്റ് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ് ആണ്. അതെന്ന് പറയുന്നത് യൂസറിന് കാണുവാൻ വേണ്ടി ഉള്ള ഒരു ഇതാണ്, അത് ഡിസ്പ്ലേയിൽ കാണാനായിട്ട്. എന്താണ് ഡിസ്പ്ലേയിൽ കാണുക? എൻ്റർ ദ സൈഡ് ലെങ്ത് ഓഫ് ദി സ്ക്വയർ. ഒരു സ്ക്വയറിന്റെ ഏതെങ്കിലും ഒരു വശം, കാരണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ വശവും ഒരുപോലെ ആയിരിക്കും, ഏതെങ്കിലും ഒരു വശം എൻ്റർ ചെയ്യാനാണ് നമ്മുടെ പ്രോഗ്രാം യൂസറിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി യൂസർ അത് എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് എന്ന് പറയുന്ന ഇത് വാരിയബിളിനകത്തോട്ടായിരിക്കും അത് ലോഡ് ആവുക. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് കൺസ്ട്രക്റ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇക്വേഷൻ ആണ്, അതായത് നമ്മുടെ പ്രോസസ്സാണിത്. ദാറ്റ് ഈസ് സൈഡ് ഇൻറ്റു സൈഡ്. ഇത് രണ്ടും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സ്ക്വയറിന്റെ ഏരിയ നമുക്ക് കിട്ടും. അത് നമ്മൾ എങ്ങോട്ട് അസൈൻ ചെയ്യണം? ഒരു വാരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണിത്. അത് കഴിഞ്ഞിട്ട് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് ഏരിയ എന്ന് പറയുന്ന വാരിയബിളിനകത്തോട്ട് കൺസ്ട്രക്റ്റിനകത്തോട്ട് കയറുന്നു. ഫൈനലി പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസ്ട്രക്ട് ചെയ്യണം. ഇതെന്ന് പറയുന്നത് എന്ത് കൺസ്ട്രക്റ്റ് ആണ്? ഇതെന്ന് പറയുന്നത് ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ് ആണ്, കൺസോളിൽ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് പറയുന്നത് ഹാർഡ് കോഡ് ചെയ്ത് കാണിക്കും. അതിൻ്റെ ഒപ്പം നമ്മൾ കൊടുത്ത സൈഡിന്റെ അനുപാതമായിട്ടുള്ള ഏരിയ ആണ് കാണിക്കാം. സോ ഇതോടുകൂടി നമ്മുടെ ഏരിയ ഓഫ് ദി സ്ക്വയറിന്റെ സ്യൂഡോ കോഡ് കഴിഞ്ഞു. ഒരു സ്യൂഡോ കോഡ് കഴിയുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കീവേഡാണ് സ്റ്റോപ്പ്. തുടങ്ങുമ്പോൾ സ്റ്റാർട്ടും ഒടുക്കുന്നത് സ്റ്റോപ്പിലായിരിക്കും. സോ ഓരോ കീവേഡ് ഏത് കൺസ്ട്രക്റ്റ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇപ്പൊ 2 സം എന്ന് പറയുമ്പോൾ ഇതിന് പകരം 2 നമ്പർ നമ്മൾ യൂസറിന്റെ നിന്ന് മേടിക്കും. അത് കഴിഞ്ഞിട്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഏരിയ ഓഫ് ദി സ്ക്വയർ കഴിഞ്ഞു. ഇത് നമ്മൾ കംപ്ലീറ്റഡ് ആണ്. ഏരിയ ഓഫ് ദി സ്ക്വയർ നമ്മൾ കംപ്ലീറ്റഡ് ആണ്. ഇനി നമ്മൾ അടുത്തതാണ് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ സ്യൂഡോ കോഡ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപ്സിലെ സ്റ്റാർട്ട് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ് ആണ്. സോ ഞാൻ ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ് എന്ന് മാർക്ക് ചെയ്തു. എൻ്റർ ദ 3 നമ്പേഴ്സ് എന്നായിരിക്കും യൂസറിന്റെ മുമ്പിലോട്ട് ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുക. ഒബ്വിയസ്ലി യൂസർ അത് ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്യും. അത് 3 ഒരു ഇൻപുട്ട് കൺസ്ട്രക്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മളത് മേടിക്കുക. ഓക്കെ, ഈ എ ബി സി ആണ് ആ 3 വാരിയബിൾസ് ഓർ 3 വാല്യൂസ് യൂസർ എൻ്റർ ചെയ്തത്.
ഇനി ഈ കാണുന്ന ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ഈ സ്യൂഡോ കോഡിന്റെ പ്രോഗ്രാം അല്ല സ്യൂഡോ കോഡിന്റെ ലോജിക്ക്. ഞാനിവിടെ എഴുതി കാണിക്കാം. ഇപ്പൊ 3 ലെറ്റേഴ്സ്, മൂന്ന് വാല്യൂ ഞാൻ വാരിയബിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യണേ, എ ബി സി. ഇതിനകത്ത് എ എന്ന് പറയുന്നത് ഇത് രണ്ടിനേക്കാളും വലുതാണ് എന്ന് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക? ഇഫ് എ എന്ന് പറയുന്നത് ഇതിനെ ബിയേക്കാളും സിയേക്കാളും വലുതാണെങ്കിൽ, അതായത് എ എന്ന് പറയുന്നത് അപ്പോൾ ബിനേക്കാളും വലുതായിരിക്കണം. അതുപോലെ തന്നെ അതുപോലെ തന്നെ മീൻസ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് രണ്ട് കണ്ടീഷൻസ്, ഇത് കണ്ടീഷൻ ആണല്ലോ, രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ. സോ എ ഗ്രേറ്റർ ദാൻ ബി ആവണം. അതുപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും വലുത് ഏതാണ്? ലാർജസ്റ്റ് എന്ന് പറയുന്നത് എ ആണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ആൻഡ് എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷൻസ്, ഇത് കണ്ടീഷൻ 1, ഇത് കണ്ടീഷൻ 2 ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാം. രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഒരുമിച്ചാണ് അവരത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്ന ഈ കൺസ്ട്രക്റ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്, ഡിസിഷൻ കൺസ്ട്രക്റ്റ്. സോ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ ഇത് കണ്ടീഷൻസ് ആണ്. ഇതിനെ കണ്ടീഷൻ 1 എന്ന് വിളിക്കാം, ഇതിനെ കണ്ടീഷൻ 2 എന്ന് വിളിക്കാം. ഈ രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വന്നാൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? എ ആണ് ഈ മൂന്നെണ്ണത്തിലും ലാർജർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ നേരത്തെ എൽസ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഞാൻ ഇഫ് പറഞ്ഞിട്ടൊന്നും അറിയില്ല. അതായത് ഇതുപോലെ, അതായത് ഇപ്പൊ രണ്ട് കണ്ടീഷൻ, രണ്ട് നമ്പർ ഉള്ളതെന്ന് നോക്കി. ഇപ്പൊ അത് രണ്ടെണ്ണത്തിൽ ഏറ്റവും വലുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ലാർജസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ആയിരിക്കും. എൽസ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് ബി ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഇപ്പൊ 4 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൽസ് ഇഫ് കൂടിയും വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ എ ബി സി ആണ്. ഒന്നില്ലെങ്കിൽ ഇതായിരിക്കാം വലുത്, അല്ലെങ്കിൽ ഇതായിരിക്കാം. സോ ഇനി അടുത്ത കണ്ടീഷനിലോട്ട് നമ്മൾ പോവാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ അടുത്ത കേസ് എന്ന് പറയുന്നത് യൂസർ എൻ്റർ ചെയ്തത് ഇപ്പോ 1 5 3 ആണ്. ഇതാണ് എൻ്റർ ചെയ്തതെങ്കിൽ ഇതിപ്പോ 5 3 1 ആണെങ്കിൽ ഈ 5 ആണ് ലാർജർ എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് ഇതാണ്, അല്ലെ ഇതല്ല എൻ്റർ ചെയ്തിരിക്കണേ, ബി ഗ്രേറ്റർ ദാൻ സി ആണെന്ന് നോക്കാം. ഇതാണ് സി, ഇതേ ബി ഗ്രേറ്റർ ദാൻ സി ആണ്. ഓക്കെ, ശരി. അപ്പൊ അതോടൊപ്പം തന്നെ ബി ഗ്രേറ്റർ ദാൻ എ ആയിരിക്കണം. അതെ, ബി ഗ്രേറ്റർ ദാൻ എ ആണ്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ സെറ്റ് എന്ന് പറയുന്നത് ഇത് എന്ത് കൺസ്ട്രക്റ്റ് ആണ്? ഇത് കൺസ്ട്രക്റ്റ് നമ്മൾ ആ വാരിയബിൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്കൻഡ് വാരിയബിൾ കൺസ്ട്രക്റ്റിനോട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കീ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇഫ് എൽസ് എന്ന് പറയുന്നതൊക്കെ ഡിസിഷൻ അനാലിസിസ് കൺസ്ട്രക്റ്റുകളാണ്. ഓക്കെ, പിന്നെ ഏറ്റവും അവസാനത്തെയാണ് എൽസ് വെച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിപ്പോ എ അല്ലെങ്കിൽ ബി, ഒന്നില്ലെങ്കിൽ എ വലുതായിരിക്കും, അല്ലെങ്കിൽ ബി വലുതായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും അത് സി ആയിരിക്കും, കാരണം 3 എണ്ണല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിനിപ്പോ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും കണ്ടീഷൻ എഴുതണ്ടാവുന്നു. സി ഗ്രേറ്റർ ദാൻ എ ആൻഡ് സി ഗ്രേറ്റർ ദാൻ ബി എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇത് രണ്ട് ഇതല്ലെങ്കിൽ പിന്നെ എന്തായാലും ഇത് മാത്രമേ ചാൻസ് ഉള്ളൂ. സോ നമ്മൾ സി ആണ് ലാർജസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലാർജസ്റ്റ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ 1 2 3 ഇപ്പൊ ഇനി നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇതൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഇനി കോഡ് വെച്ചിട്ട് ഞാൻ ഒന്ന് അനലൈസ് ചെയ്യാം. സോ യൂസർ ഇൻപുട്ട് ചെയ്തത് 5 വേണ്ട 3 9 2 ആണ് യൂസർ ഇൻപുട്ട് ചെയ്ത 3 നമ്പർ. ഇതിൽ എ എന്ന് പറയുന്നത് 3, ബി 9, സി 2. ഫസ്റ്റ് കണ്ടീഷൻ, കോഡ് ഫസ്റ്റ് കണ്ടീഷനിലേക്ക് എത്തി. എ ഗ്രേറ്റർ ദാൻ ബി ആണോ? അല്ല. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ തെറ്റി. അതുപോലെ എ ഗ്രേറ്റർ ദാൻ സി ആണോ? അല്ല. രണ്ടും തെറ്റി. രണ്ടും ശരിയാണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. ഇത് കാരണം ആൻഡ് കിടക്കുന്നതുകൊണ്ട് പൊട്ടി. ഇനി അപ്പൊ ഇത് തെറ്റി, ഈ ഇഫിൽ കയറുന്നില്ല, ഇഫ് നടപടി ആയില്ല എന്ന് മനസ്സിലായി, എൽസ് ഇഫിനകത്തോട്ട് കയറി. ഇതല്ലെങ്കിൽ ഇത് എന്നുള്ള അർത്ഥത്തിൽ ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കി, അതെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ബി ഗ്രേറ്റർ ദാൻ എ ആണോ നോക്കി, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ എന്ത് സംഭവിച്ചു? ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള കണ്ടീഷൻ. ഇതിപ്പോ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിപ്പോ 12 ആണെങ്കിൽ ഈ കണ്ടീഷൻ പൊട്ടും, അല്ലെ ഈ കണ്ടീഷൻ എന്തായാലും പൊട്ടും. പിന്നെ ആകെയുള്ള ചാൻസ് എന്ന് പറയുന്നത് സി വലുതാവാനാണ്. സി എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യും. ആര് പ്രിന്റ് ചെയ്യും? ഇവിടെ ഈ ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ് പ്രിന്റ് ചെയ്യും. ഇതാണ് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. ഇനി ഒരെണ്ണം കൂടി നോക്കാം. ഇനി അടുത്തത് അവർ പറഞ്ഞിട്ടുള്ള ഇത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് a + b × c.
ഓക്കെ, ഇതിനകത്ത് എത്ര വാരിയബിൾസ് ആണുള്ളത്? 1, 2, 3, 3 വാരിയബിൾസ് ആണുള്ളത്. ദാറ്റ് ഈസ് എ, ബി, സി എന്ന് പറഞ്ഞ 3 വാരിയബിൾ. എത്ര ഓപ്പറേഷൻസ് ഉണ്ട്? 2 ഓപ്പറേഷൻസ് ആണുള്ളത്, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. സോ എപ്പോഴത്തെ പോലെ തന്നെ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതെന്ന് പറയുന്നത് ഡിസ്പ്ലേയിൽ കാലാണ്. സോ ദിസ് ഈസ് ദി ഔട്ട്പുട്ട് കൺസ്ട്രക്ട്. അത് കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സ് പറഞ്ഞു എൻട്രി ചെയ്യാനായിട്ട്. സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് അൺആംബിഗ്യസ് തന്നെ ആയിരിക്കണുണ്ടോ, കാരണം അൽഗോരിതത്തിന്റെ ഒരു കോഡഡ് ഫ്ലേവർ ആണ് സ്യൂഡോ കോഡ്. അത് കഴിഞ്ഞിട്ട് യൂസർ ആ 3 നമ്പേഴ്സ് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ സെറ്റ് ലാർജസ്റ്റ് ബി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ആ എക്സ്പ്രഷൻ നമ്മളിവിടെ എഴുതി. അതായത് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ? എ പ്ലസ് ബി ഇൻറ്റു സി. അപ്പൊ ഇത് ഈ എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ബി ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താ നടക്കുക? ആദ്യം ഇതാണ് നടക്കുക, പിന്നെ നടക്കുക. ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഓർഡർ. ഓക്കെ, നമ്മളിതൊരു മാത്സിൽ പഠിച്ചിട്ടുള്ളത് ബോർഡ് മാത്സ് എന്നാണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. സോ ആദ്യം പ്രയോറിറ്റി മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദെൻ ആ കിട്ടിയ മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ടിന്റെ ഒപ്പാണ് എ കൂട്ടുക. അതെന്ന് പറയുന്നത് ഡീനകത്തോട്ട് കയറ്റി പിന്നെ ഒരു ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മളത് പ്രിന്റ് ചെയ്തു. സോ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഈ തൊട്ട് നിങ്ങളുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്യൂഡോ കോഡ്. ഓക്കെ, സോ ഇതിനകത്ത് എത്ര കൺസ്ട്രക്ടറാണ് മൊത്തം വന്നിട്ടുള്ളത്? ഇതെന്ന് പറയുന്നത് എന്ത് കൺസ്ട്രക്റ്റ് ആണ്? ഇത് ഔട്ട്പുട്ട് കൺസ്ട്രക്ട് 1. ഇതെന്ന് പറയുന്നത് ഇത് കൺസ്ട്രക്റ്റ് ആണ് ഇൻപുട്ട് കൺസ്ട്രക്ട് 2. ഇതെന്ന് പറയുന്നത് വീണ്ടും ഔട്ട്പുട്ട് കൺസ്ട്രക്ട്. മൊത്തത്തിൽ 2 കൺസ്ട്രക്റ്റ് ആണ്. പിന്നെ വാരിയബിൾ ആയിട്ട് ബന്ധപ്പെട്ട ഒന്ന് വന്നിട്ടുണ്ട്. ഓൾസോ 3 കൺസ്ട്രക്റ്റുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സോ ഇത് ഇപ്പൊ നമ്മൾ 3 എക്സാമ്പിൾസ് സ്യൂഡോ കോഡിന്റെ കണ്ടു. ഫസ്റ്റ് 2 സം നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നതാണ്. 2 ഏരിയ ഓഫ് ദി സ്ക്വയർ. ഓക്കെ, അത് വെച്ച് നിങ്ങൾക്കാണെങ്കിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കാണാം. അത് വെച്ച് ഇക്വേഷൻ മാറ്റി കൊടുത്താൽ മതി. പിന്നെ 3 നമ്മൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലോജിക് കണ്ടു, ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോ സ്വന്തമായിട്ട് ഒരു എക്സസൈസ് വേണമെങ്കിൽ ഞാൻ തരികയാണ്. ഈ x1 അതായത് d ഈക്വൽ ടു a ഇൻറ്റു ബി പ്ലസ് സി ഇൻറ്റു 3. ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. സ്യൂഡോ കോഡ് എക്സ്പ്രഷൻ 2 d ഈക്വൽ ടു a ഇൻറ്റു a ബ്രാക്കറ്റ് ഓഫ് ബി പ്ലസ് സി ഇൻറ്റു ഡി പ്ലസ് ബി ഇൻറ്റു സി. ഈ 2 എക്സ്പ്രഷൻസും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ നമുക്കപ്പോൾ ഈ സ്യൂഡോ കോഡ് ഒരു എക്സ്പ്രഷനിൽ എങ്ങനെ എഴുതുക എന്നുള്ളത് നമുക്ക് ഐഡിയ കിട്ടും. ഈ ഏത് എക്സ്പ്രഷൻ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന കൺസ്ട്രക്റ്റുകൾ 2-3 തന്നെയാണ്. ഒന്ന് വാരിയബിള്, 2 ഇൻപുട്ട് കൺസ്ട്രക്റ്റ്, 3 ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ്. ഈ 3 ആളുകൾ തന്നെയാണ് എന്ത് ഇതിന് ഉപയോഗിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. ഈ സ്യൂഡോ കോഡ്, ഇതിനാവശ്യമായിട്ടുള്ള സ്യൂഡോ കോഡ്, എക്സ്പ്രഷൻ ആവശ്യമായിട്ടുള്ള സ്യൂഡോ കോഡ് എഴുതാനായിട്ട്. ഇനി അടുത്തതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ സ്യൂഡോ കോഡുകളെ പോലെ തന്നെ തുടങ്ങിയിട്ടുള്ളത് സ്റ്റാർട്ട് എന്ന് പറയുന്ന ക്യാപ്സിൽ എഴുതിയിട്ടുള്ള കീവേഡ് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഒരു ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റിന്റെ സഹായത്തോടു കൂടി കൺസോളിൽ എൻ്റർ ദ പ്രിൻസിപ്പിൾ, റേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള 3 പാരാമീറ്റേഴ്സ് കസ്റ്റമർ അടുത്ത് ഓർ യൂസറിന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ യൂസർ ഒരു ബാങ്കർ ആയിരിക്കാം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ യൂസർ അത് 3 നമ്മുടെ കീബോർഡ് വഴി നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ടോ സോഫ്റ്റ്വെയറിനകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഇൻപുട്ട് കൺസ്ട്രക്റ്റ് വേണം മേടിക്കാനായിട്ട്. അതിനാണ് ഈ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. ഇനി ഈ 3 കാര്യങ്ങളും ഇൻപുട്ട് കൺസ്ട്രക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രോസസ് ചെയ്യണം. അതാണ് ഈ പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. എന്തിനാണ് ആ പ്രോസസ്സിംഗ് നടക്കുന്നത്? ആ പ്രോസസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യണം. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ 2 ഓപ്പറേറ്റേഴ്സ് ആണ് വരുന്നത്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പ്ലസ്, മൈനസ്, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, ഇവയെല്ലാം നമ്മൾ പറയുന്ന ഒരു കോമൺ ഒരു നോഡിൽ വരുന്ന ആളാണ് ഓപ്പറേറ്റർ. ഇവരെല്ലാവരും കമ്മിങ് അണ്ടർ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്പറന്റ്? ഓപ്പറേറ്റർ, OPERATOR, ഓപ്പറേറ്റർ. ഇനി അടുത്തതാണ് ഓപ്പറന്റ്. ഓപ്പറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഈ കാണുന്ന ആളുകളെ ഓപ്പറേറ്റർ എന്ന് വിളിച്ചു. എന്നാൽ ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ഓപ്പറന്റ് എന്ന് വിളിക്കാം. ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസും. അപ്പൊ ഈ 100 എന്ന് പറഞ്ഞാൽ എന്താ? അയാളാണ് കോൺസ്റ്റന്റ്. ഞാൻ അതിനെ ഷോർട്ട് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ SI എന്ന് പറയുന്ന വാരിയബിളിനകത്ത് ഇവിടെ SI ക്യാപ്സിൽ എഴുതേണ്ട കാര്യമില്ല, എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. സോ കാരണം ഇത് വാരിയബിൾ ആണ്. വാരിയബിൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു എങ്ങനെയാണ് ഒരു വാരിയബിളിന് നെയിം ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ തുടക്കത്തിലെ സെഷൻസിൽ പറഞ്ഞിരുന്നു. അത് നെയിം ചെയ്യുമ്പോൾ വായി തോന്നിയ നെയിമുകൾ ആവാതെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് അനുബന്ധമായിട്ടുള്ള ഒരു നെയിം എപ്പോഴും കൊടുക്കുക. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഷോർട്ട് ആക്കിയിട്ട് SI എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെ കൊടുക്കാം. എന്ത് കൊടുത്താലും തെറ്റില്ല. ഒറ്റ കാര്യമുള്ളൂ, വാരിയബിൾ ഷുഡ് ബി ക്ലിയർ. അതായത് ആ വാരിയബിള് എന്തിനാണ്, അതായത് ഇതൊന്നും അറിയാത്ത ഒരാൾ വന്ന് ഈ സ്യൂഡോ കോഡ് വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവണം ഇതിന്റെ റിസൾട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന വാരിയബിളിനകത്ത്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. അതാണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് അസൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലാവണം. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്തതാണ് പ്രിന്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ കൺസോളിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രിന്റ് ചെയ്യണം. സോ ഞാൻ ഇതിന് ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ് എന്ന് വിളിച്ചു. ദിസ് ഈസ് ഓൾസോ ആൻ ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ്, ദിസ് ഈസ് ആൻ ഇൻപുട്ട് കൺസ്ട്രക്റ്റ്. ഈ കീവേഡ് എന്തിനാണ്? സ്റ്റോപ്പ്, അതായത് നമ്മുടെ സ്യൂഡോ കോഡ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. സോ ഇപ്പൊ നമ്മൾ വീണ്ടും ഒരു എക്സാമ്പിൾ കണ്ടു. ഇപ്പൊ നമ്മൾ കുറെ എക്സാമ്പിൾസ് ആയി കാണുന്നു. ഇനി നമ്മൾ വീണ്ടും അടുത്ത എക്സാമ്പിളിലോട്ട് പോവാണ്, കാര്യങ്ങൾ കുറച്ചും കൂടി സ്റ്റഡി ആവാനായിട്ട്. നമ്മൾ ഡിറ്റർമിൻ ദ ലാർജസ്റ്റ് ഓഫ് 3 കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഡിറ്റർമിൻ ദ ലാർജസ്റ്റ് ഓഫ് 2. അത് കമ്പാരിറ്റീവ്ലി എളുപ്പം തന്നെയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, യൂസർ ഇൻപുട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇത്രയും സെക്ഷൻ ആണ് ലോജിക്. 2 നമ്പേഴ്സ് യൂസർ എൻ്റർ ചെയ്ത 2 നമ്പേഴ്സ് A, B ആണെങ്കിൽ ഇതിൽ ആരാണ് വലിയവൻ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഡിസിഷൻ കൺസ്ട്രക്ട് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ? ഇഫ് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ് ഡിസിഷൻ കൺസ്ട്രക്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇഫ് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതാണ്. ഇഫ് A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ പ്രിന്റ് A is larger. ഓക്കെ, എൽസ് പിന്നെ വീണ്ടും ഇഫ് ബി ഗ്രേറ്റർ ദാൻ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഈ കണ്ടീഷൻ അല്ലെങ്കിൽ പിന്നെ ഇതേ നടക്കുള്ളൂ. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? പ്രിന്റ് ബി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന ഇതാണ് ഇതിന്റെ പ്രോഗ്രാമിന്റെ മെയിൻ ആയിട്ട് ലോജിക്ക്. പിന്നെന്താണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള എത്ര കൺസ്ട്രക്ട്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്? കൺസ്ട്രക്ട് 1, അതായത് പ്രിന്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് കൺസ്ട്രക്ട് 1, 2. പിന്നെ ഇതാണ് ഡിസിഷൻ അനാലിസിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ട്. സോ ഡിസിഷൻ കൺസ്ട്രക്ട് 3. ഇതെല്ലാം നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അതിനെന്ത് ചെയ്തു? വീണ്ടും ഒരു ഔട്ട്പുട്ട് കൺസ്ട്രക്ട്, അതോടൊപ്പം തന്നെ ഒരാളും കൂടി ഇതിൻ്റെ കൂടെ ഇൻപുട്ട് കൺസ്ട്രക്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് കൺസ്ട്രക്റ്റിൽ വന്നിട്ടുള്ളത്. 3 കൺസ്ട്രക്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് സോൾവ് ചെയ്തിട്ടുള്ളത്. എന്താണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്? ഫൈൻഡിങ് ദ ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. ഇത് നിങ്ങളുടെ സിലബസിലുള്ളതായിരിക്കില്ല. അഡീഷണലി കുറെ പ്രോബ്ലംസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഫോർ ദീസ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. നമ്മൾ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കണ്ടു. ഇനി സ്മോളസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ഞാൻ പറയേണ്ട കാര്യമില്ല, ഞാൻ ലോജിക്ക് മാത്രം പറയാം. അതായത് ഇപ്പോൾ 3 വാരിയബിൾ ആണ് യൂസർ ഇൻപുട്ട് ചെയ്തതെങ്കിൽ A, B, C എങ്കിൽ എങ്ങനെയാണ് ഏറ്റവും ചെറുത് ഇതിൽ കണ്ടുപിടിക്കാം?
ഇതിനകത്ത് ഏറ്റവും ചെറുത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് ഇപ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പർ എന്ന് പറയുന്നത് ഇതിനേക്കാളും ചെറുതാണെങ്കിൽ ഒബിയസ്ലി ഇതായിരിക്കും ഏറ്റവും ചെറിയ നമ്പർ. അല്ല, യൂസർ എൻ്റർ ചെയ്ത രണ്ടാമത്തെ നമ്പറാണ് ഈ നമ്പറിനേക്കാളും ചെറുതെങ്കിൽ ഇതാണ് ചെറിയ നമ്പർ. ഈ രണ്ട് കണ്ടീഷനല്ലേ ഉള്ളൂ. ബാക്കി ഇത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. ഇതിനകത്തുള്ള ലോജിക്കാണ് ഈ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രോഗ്രാമിംഗ് ലോജിക്ക്. ഇതിൽ യൂസ് ചെയ്തുള്ള കൺസ്ട്രക്ട് എന്ന് പറയുന്നത് ദിസ് ഈസ് ഔട്ട്പുട്ട് കൺസ്ട്രക്ട്, ദിസ് ഈസ് ഇൻപുട്ട് കൺസ്ട്രക്ട്, ദിസ് ഈസ് ഡിസിഷൻ construct, and this is again output construct. ഓക്കെ, കൺസ്ട്രക്റ്റുകൾ ഇത്രയാണ് നമ്മൾ ഇത്ര കൺസ്ട്രക്റ്റുകൾ വെച്ചിട്ടാണ് ഈ ലോജിക്ക് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഡിറ്റർമിൻ ദ ഗ്രേഡ് ഏൺഡ് ബൈ സ്റ്റുഡൻറ്റ്.